നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഫെബ്രുവരി 11 അർദ്ധരാത്രി ആരംഭിക്കും. വാണിയമ്പാറ ഗ്രാമീണ വായനശാലയുടെ നവീകരിച്ച കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭൂമി വിതരണ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി കെ രാജൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റ് കോർപ്പറേഷൻ മേയർക്കും പരിസരത്തിലെ ജനപ്രതിനിധികൾക്കും നൽകിയ സ്വീകരണ ചടങ്ങുകൾ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കാട്ടാന കൃഷി നശിപ്പിച്ച മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലെ സ്ഥലം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഫെബ്രുവരി 11 അർദ്ധരാത്രി ആരംഭിക്കും. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളും പങ്കെടുക്കുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. അവശ്യ സർവീസുകളെ ഒഴിവാക്കിയതായും ബലപ്രയോഗമോ അക്രമമോ ഉണ്ടാവില്ലെന്നും അറിയിച്ചു. INTUC കേരളത്തിൽ പ്രത്യേകമായാണ് പണിമുടക്കുക എന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. പണിമുടക്കിൽ BMS പങ്കെടുക്കുന്നില്ല. വാണിയമ്പാറ ഗ്രാമീണ വായനശാലയുടെ നവീകരിച്ച കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് അധ്യക്ഷയായി. സിയാലിന്റെ CSR ഫണ്ടായി ലഭിച്ച 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരുനിലകളിലായി കെട്ടിടം നവീകരിച്ചത്. വായനാമുറി, പുസ്തക റാക്കുകൾ, ഇന്റീരിയർ വർക്കുകൾ മുതലായവ പൂർത്തീകരിച്ചു. സീലിംഗ് ജോലികളും വായനശാലയിലേക്ക് ഒരു കമ്പ്യൂട്ടറും ഉടൻ ലഭ്യമാക്കും. പരിപാടിയുടെ ഭാഗമായി കാർഷിക സർവകലാശാല മ്യൂസിക് ടീം സിംഫണി അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. വായനശാല പ്രസിഡന്റ് CK ഭാസ്കരൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA അബൂബക്കർ, വാർഡംഗം സനിൽ വാണിയമ്പാറ, വായനശാല രക്ഷാധികാരി KP രാജേന്ദ്രൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. എന്നൊരു സിനിമാ പരസ്യം കണ്ടതുപോലെ വാണിയമ്പാറ വായനശാല ഒരു ചെറിയ മീനല്ല എന്ന് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ അതിൻ്റെ അലകും പിടിയും മാറ്റി. ഞാനൊരു ദിവസം വാണിയമ്പാറയിലെ നമ്മുടെ സ്കൂളിലേക്ക് വന്നതാണെന്നാണ് എൻ്റെ ധാരണ. അവിടെ പരിപാടി നടക്കുന്നതിന് മുമ്പ് ഒന്ന് ലൈബ്രറിയിൽ കയറിയിരിക്കാൻ സനിലും മാത്യുവേട്ടനും അബൂബക്കറും ഒക്കെ കൂടി ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ വായനശാല ഒന്ന് പുതുക്കിയാലോ എന്ന ആലോചന ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ഭാസ്കര വക്കീലും മൊയ്തീൻകുട്ടി ചേട്ടനും മണിച്ചേട്ടനും ഒക്കെ കൂടി ഒരു ചെറിയ നവീകരണം എന്നേ പറഞ്ഞുള്ളൂ. ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, വലിയ നവീകരണം എന്ന് പറയാനുള്ള പ്രയാസമുള്ളത് കൊണ്ടാണ്. ഞാനിപ്പോൾ ഇപ്പുറത്ത് ഉള്ള റൂം നിർബന്ധമായിട്ടും ശരിയാക്കണമെന്ന് പറഞ്ഞു. മുകളിൽ ഒരു ഹാൾ എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ഈ ആലോചനകൾ നടത്തി. അപ്പോൾ പ്രശ്നം വരുന്നത് MLA ഫണ്ടിൽ നിന്ന് വായനശാല നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണം കൊടുക്കാൻ പറ്റില്ല, അതിനൊരു വകുപ്പില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇരുന്ന് ഞാൻ കൂടി ഡയറക്ടറായിട്ടുള്ള നമ്മുടെ സിയാൽ എയർപോർട്ടിൻ്റെ ഫണ്ടിൽ നിന്നത് എടുത്ത് ചെലവഴിക്കാം എന്ന് തീരുമാനിച്ചു. അതാകുമ്പോൾ ഒരു സൗകര്യം, അതിൻ്റെ CSR നിയന്ത്രിക്കുന്ന സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ തന്നെ നിർമ്മിതി കേന്ദ്രത്തെ വിളിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു. ഭാഗ്യത്തിന് അബ്ദുൾ റസാഖ് തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. വളരെ മനോഹരമായി, ആര് കണ്ടാലും നല്ലത് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ അതിമനോഹരമായി ഈ വായനശാല നമുക്ക് പൂർത്തീകരിക്കാനായി എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമുണ്ട്. മുകളിൽ സീലിംഗ് കൂടി വേണം റസാഖ്. അതിപ്പോൾ നമ്മൾ തീരുമാനിച്ച ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സതി ചിരിക്കുന്നുണ്ട്. സതിയോട് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നല്ല ചൂടുണ്ടാവും മുകളിൽ, അത്യാവശ്യം ഒരു കമ്മിറ്റിയൊക്കെ കൂടെ ഇരിക്കണ്ടേ. ഒരു സീലിംഗ് ഇവർ തന്നെ ഇതിൽ പെടുത്തി ലാഭമൊന്നും ഉണ്ടാകില്ല, നമുക്കറിയാലോ. എന്നാലും ഒരു വായനശാലയുടെ പ്രവർത്തനമല്ലേ എന്ന് കരുതി അതങ്ങ് നിർമ്മിച്ചു കൊടുക്കും. ഭാസ്കര വക്കീലെ ചോദിച്ചില്ലെങ്കിലും നമുക്ക് ഈ
ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ ഒന്ന് അടക്കം ചിട്ടയായിട്ടൊരു രജിസ്റ്റർ വേണം. നിങ്ങളിപ്പോൾ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ട് മണിയേട്ടൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ ആധുനിക കാലത്തിന് പര്യാപ്തമായ വിധത്തിൽ വേണം അല്ല ചേച്ചി. അപ്പോൾ നമുക്ക് ഒരു കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടർ ഞാൻ തന്നെ സ്പോൺസർ ചെയ്യാം, അത് വേറെ പ്രയാസം ഉണ്ടാകില്ല. വായനശാലയ്ക്ക് ഒരു കമ്പ്യൂട്ടറും കൂടി വന്നാൽ നമുക്ക് മുകളിലൊരു സീലിംഗ്, താഴത്തൊരു കമ്പ്യൂട്ടറൊക്കെ വെച്ചാൽ ഇനി പുതിയ ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമുക്ക് ഇടപെടേണ്ടി വരുള്ളൂ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റ് കോർപ്പറേഷൻ മേയർക്കും പരിസരത്തിലെ ജനപ്രതിനിധികൾക്കും നൽകിയ സ്വീകരണ ചടങ്ങുകൾ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് CA ബാബു അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ശ്യാമള മുരളീധരൻ, കെ ഗോപാലകൃഷ്ണൻ, സിൻഡബോൾ സോജൻ, നീതു സുമേഷ്, പഞ്ചായത്ത് അംഗം ജോയ്സൺ ആച്ചാണ്ടി എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി. CR ശേഖരൻ, KS പ്രഹ്ലാദൻ, പിന്റോ മേനാച്ചേരി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KS ഷിഹാബ് സ്വാഗതവും ട്രഷറർ PG മുരളീധരൻ നന്ദിയും അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്ക് ഏറെ ഗുണപ്രദമായ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾക്കും അവരുടെ ജോലിക്കാർക്കും വേണ്ടിയാണ് ഈ ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഭക്ഷണപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾ ഹൈജീനിക് ആയിരിക്കണമെന്ന് ഏകോപന സമിതിയുടെ വലിയ ആഗ്രഹം സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഏകോപന സമിതി തയ്യാറായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യാപാരികളും അവരുടെ സ്റ്റാഫും ഹൈജീനിക് ആവണം. പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഏറ്റവും ഗുണമേന്മയുള്ളതാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് മണ്ണുത്തി യൂണിറ്റിൻ്റെ നേതൃത്വത്തിലെ ഹേമാസ് ക്ലിനിക്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ ഹെൽത്ത് കാർഡ് നടക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ 300ഓളം വ്യാപാരികൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കൃത്യമായ ഹൈജീനിക്കായിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനായിട്ട് അവർ തയ്യാറായി. ഈ ക്യാമ്പ് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മണ്ണുത്തി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ബാബുവേട്ടൻ, സെക്രട്ടറി ഷിഹാബ്, ട്രഷറർ മുരളിയേട്ടൻ, മറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ ഏകോപന സമിതിയുടെ നെടുന്തൂണായ ജോയ്സൺ അച്ചാണ്ടി അടക്കമുള്ള ആളുകൾ ഇന്ന് ഇവിടെയുണ്ട്. യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും ഭാരവാഹികൾ ഈ ക്യാമ്പിൽ ഇതിനോട് നേതൃത്വത്തിൽ നിന്ന് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടാണ് ഇന്ന് ഇവിടെ വ്യാപാരികൾക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എല്ലാ ആളുകളുടെയും സഹകരണം ഇതിലുണ്ടാവണം. എല്ലാ ആളുകളും ഹൈജീനിക് ആവണമെന്ന് തന്നെ ഉള്ള ഏകോപന സമിതിയുടെ ആ ഉറച്ച താല്പര്യമാണ് ഇന്ന് ഈ ക്യാമ്പിലൂടെ ഇവിടെ വെളിവാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാന കൃഷി നശിപ്പിച്ച മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലെ സ്ഥലം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റോജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ രേഖ ചാക്കോ, സിബി അജി, പ്രിയങ്ക സനീഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് ശോഭചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ഷാൻസ് പൌലോസ് എന്നിവരാണ് സന്ദർശനം നടത്തിയത്. കർഷകർ അനുഭവിക്കുന്ന വന്യമൃഗശല്യം തടയാൻ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കഴിഞ്ഞ ബജറ്റിൽ വന്യമൃഗശല്യത്തെ ചെറുക്കാൻ 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും മലയോര ഗ്രാമങ്ങളിലെ കർഷകർക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നും വന്യമൃഗശല്യം മൂലം സ്ഥലം വിൽക്കാനോ പണയപ്പെടുത്തി ലോൺ എടുക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ടെന്നും സ്ഥലത്തെത്തിയ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കഴിഞ്ഞ രാത്രിയിലും കാട്ടാന കൃഷി നശിപ്പിച്ചു. വാക്കരാംപാടത്തിൽ തങ്കച്ചൻ, തണ്ടാശ്ശേരി സുകുമാരൻ എന്നിവരുടെ വാഴകൃഷി ആനകൾ വീണ്ടും നശിപ്പിച്ചു. നിരന്തരമുള്ള ആനശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ. പുത്തൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും മലയോര മേഖലയിൽ ഇന്നലെ ഉണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ എന്നാണ് നമ്മളിവിടെ നിൽക്കുന്നത്.
ഈ പ്രദേശം കണ്ടാൽ തന്നെ അറിയാം എത്ര രൂക്ഷമായിട്ടാണ് അവരുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ ഭീതിയോടുകൂടിയിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഇത്രയും പ്രദേശങ്ങൾ മുഴുവൻ ഇവർ ഒരു ദിവസം രാത്രി കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് താമസിക്കുന്നതെന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ ഓരോ മേഖലയിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും സ്വീകരിക്കാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം ഇത്രയും വർഷമായിട്ട് 10 വർഷത്തോളമായിട്ട് ഈ വന്യമൃഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. നിലവിലുള്ള സോളാർ ഫെൻസിങ് വരെ മെയിൻ്റനൻസ് നടത്തിയിരുന്നെങ്കിൽ ഇത് ഇങ്ങനൊരു അപകടം സംഭവിക്കില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ടെങ്കിലും ഇനി കൂടുതൽ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. കൊണ്ട് പ്രദേശമാണ്. ഇവിടെ ഇന്നലെ കാട്ടാനകൾ ഇറങ്ങി ഇവിടെ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. രാത്രി ആയതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അപായമുണ്ടായില്ല. ഇത് പാണഞ്ചേരി പഞ്ചായത്തിൽ 2 പേരാണ് കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ മറ്റേ മരോട്ടിച്ചാൽ പ്രദേശങ്ങളിലും മാതാമംഗലം പ്രദേശങ്ങളിലും മാടക്കത്തറ പ്രദേശത്തൊക്കെ ഇത് വലിയ രൂക്ഷമായ വന്യമൃഗശല്യം വായിച്ചുകൊണ്ടിരിക്കുക. സർക്കാർ യാതൊരുവിധ നടപടി എടുത്തിട്ടില്ല. ഈ ബഡ്ജറ്റിൽ 1 രൂപ പോലും ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് നാട്ടുകാരെയും കർഷകരെയും മലയോര കർഷകരെ രക്ഷിക്കാൻ വേണ്ടി 1 രൂപ പോലും ബഡ്ജറ്റിൽ ഇവർ വകയിരുത്തിയിട്ടില്ല. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് ഈ നാൾ പോകുന്നത്. ഈ വന്യമൃഗശല്യം, ഈ കാട്ടാനശല്യം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഭൂമി ബാങ്കുകൾ പണയത്തിന് എടുക്കുന്നില്ല, ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല, കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സംജാതമായിരിക്കുകയാണ്. ഇവിടെ മറ്റേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, റെയിൽ ഫെൻസും തൂക്ക് ഫെൻസ് അടക്കമുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുന്ന പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ 10 വർഷകാലമായിട്ട് ഇവിടെ യാതൊരുവിധ സംഖ്യയും വന്യമൃഗശല്യങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. ഇത് വലിയ ദുരവസ്ഥയിലേക്കാണ് മലയോര കർഷകരെ തള്ളിവിട്ടുള്ളത്. തൃശൂർ താലൂക്ക് സ്റ്റേ പട്ടയ അദാലത്ത് 70 അപേക്ഷകൾ പരിഹരിച്ചു. തൃശൂർ താലൂക്ക് സ്റ്റേ പട്ടയ അദാലത്തിൽ 169 അപേക്ഷകളിൽ ബന്ധപ്പെട്ട അപേക്ഷകളും അസൈൻമെന്റ് ഓർഡർ ലഭിച്ച് തുക അടയ്ക്കുന്നതിൽ കാലതാമസം വരുത്തിയവർക്ക് മാപ്പാക്കി പട്ടയം അനുവദിക്കാനുള്ള അപേക്ഷകൾ പരിഗണിച്ചു. 70 അപേക്ഷകളിൽ 43 പേർക്ക് സ്റ്റേ പട്ടയം സാധൂകരിച്ച രേഖ മന്ത്രി കെ രാജൻ കൈമാറി. 27 രേഖകൾ നൽകാൻ വേണ്ട തീരുമാനമെടുത്തു. ബാക്കിയുള്ളവ സർക്കാരിലേക്ക് കൈമാറി. കാലതാമസമില്ലാതെ പരിഹരിക്കാൻ വേണ്ട നടപടികളെടുത്തു. റവന്യൂ മന്ത്രി കെ രാജൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, LR ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തൃശൂർ താലൂക്ക് തഹസിൽദാർ T ജയശ്രീ, മറ്റ് തഹസിൽദാർമാർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടത്തിയത്. ഭൂമി വിതരണ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തിലെ പട്ടയ വിതരണ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ സർക്കാർ നടത്തുന്നുവെന്ന് റവന്യൂ മന്ത്രി. തൃശൂർ താലൂക്കിലെ സ്റ്റേ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടത്തിയ അദാലത്ത് സംബന്ധിച്ച പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 4.25 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ ഇതുവരെ വിതരണം ചെയ്തു. 5 ലക്ഷത്തോളം പട്ടയങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭരണകാലയളവിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ഈ 10 വർഷ കാലയളവിൽ ഈ താലൂക്കിൽ മാത്രം 2444 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഇനി നടക്കാൻ പോകുന്ന പട്ടയമേളയിൽ മലയോര മേഖലയിൽ 100-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യും. മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച ഭൂമി ആദ്യം വിതരണം ചെയ്യും. സ്റ്റേ പട്ടയവുമായി ബന്ധപ്പെട്ട അപേക്ഷകളും അസൈൻമെന്റ് ഓർഡർ ലഭിച്ച് തുക അടയ്ക്കുന്നതിൽ കാലതാമസം വരുത്തിയവർക്ക് അത് മാപ്പാക്കി പട്ടയം അനുവദിക്കാനുള്ള അപേക്ഷകളും പരിഹരിച്ചു. വിലങ്ങണ്ണൂർ ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ജീവൻ ബാബു എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ വേനൽക്കാല വരൾച്ച പ്രതിരോധത്തിന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വേനൽ ചൂടിന്റെ തീവ്രത അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ വകുപ്പ് വിളിച്ചു ചേർത്ത മുന്നൊരുക്ക യോഗത്തിൽ ജില്ലാ കളക്ടർ ജില്ലയിലെ കുടിവെള്ളക്ഷാമ സാധ്യത മുന്നിൽ കണ്ട് ജലസംഭരണികളിലെ വെള്ളം കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനും കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനം ഉറപ്പാക്കാനും വെള്ളത്തിന്റെ ദുരുപയോഗം കുറയ്ക്കാനും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കാതെ സംരക്ഷിക്കണമെന്നുമുള്ള നിർദ്ദേശം നൽകി. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണം ഉറപ്പുവരുത്തണം. ഗ്രാമപഞ്ചായത്തുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. തീപിടിക്കുന്ന ചപ്പുചവറുകൾ അലക്ഷ്യമായി കൂട്ടിയിടാതിരിക്കുക. വീടുകളിലും സ്ഥാപനങ്ങളിലും ഗ്യാസ് സിലിണ്ടർ, ഇലക്ട്രിക് സർക്യൂട്ടുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ചൂട് കൂടുമ്പോൾ കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഫയർലൈൻ ഉൾപ്പെടെ മാർഗങ്ങൾ സ്വീകരിക്കണം. വന്യജീവികൾക്ക് കുടിവെള്ളത്തിന് സൗകര്യം ഒരുക്കിക്കൊടുക്കാൻ വനത്തിനുള്ളിൽ ഫയർഫോഴ്സിനോടും വനവകുപ്പിനോടും നിർദ്ദേശം നൽകി. വിദ്യാലയങ്ങളിലും കുടിവെള്ളം ഉറപ്പുവരുത്തണം. കുട്ടികളെ വെയിലത്ത് അധിക നേരം നിർത്തുന്ന പരിപാടികൾ ഒഴിവാക്കണം. വേനൽക്കാല രോഗങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എത്തിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ KG പ്രാൻസിംഗ്, സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. രുചിമേളവുമായി കുരുന്നുകൾ വൈവിധ്യമാർന്ന നാടൻ വിഭവങ്ങളുടെ പ്രദർശനം നടത്തി ശ്രദ്ധയെ ആകർഷിച്ച് കട്ടിലപ്പൂവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഭക്ഷ്യമേള. വൈവിധ്യമാർന്ന പേരുകളിൽ 8 സ്റ്റാളുകളിൽ 8 തരം ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചു. നാടൻ പലഹാരം, വാഴ വിഭവങ്ങൾ, ചക്ക മാങ്ങ വിഭവങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, പാനീയങ്ങൾ, ഇലക്കറികൾ, മധുര പലഹാരങ്ങൾ എന്നിങ്ങനെ വിഭവങ്ങൾ ഒരുക്കി. PTA പ്രസിഡന്റ് രാജേഷ് മോൻ അധ്യക്ഷനായ ചടങ്ങിൽ മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഭക്ഷ്യവിഭവം രുചിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, SMC ചെയർമാൻ ശ്രീജൻ, പ്രിൻസിപ്പൽ ശാലിനി റാണി, പ്രധാന അധ്യാപിക രേണുക എന്നിവർ സംസാരിച്ചു. പീച്ചി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പീച്ചി സെന്ററിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള കൺവെൻഷൻ ബുധനാഴ്ച ആരംഭിക്കുന്നു. വിലങ്ങന്നൂർ സെന്ററിലാണ് കൺവെൻഷൻ. ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ് കൺവെൻഷൻ സമാപിക്കുക. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഒല്ലൂരിൽ പ്രസിദ്ധ സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷുവ, അഹല്യ ഐ ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പവൻ മാധവൻ, റാംസിംഗ് എന്നിവർ ആശംസകൾ അറിയിച്ചു. അഹല്യ ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സജീവ് ചെറിയൻ ജേക്കബ് സ്വാഗതവും സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ആന്റണി നന്ദിയും അറിയിച്ചു. Especially
അങ്ങോട്ട് നടക്കണം. പ്ലാന്റൊക്കെ യൂറോപ്യൻ ഉച്ചയ്ക്ക് റെഗുലർ ബ്രാൻഡാണ്. അത് റെഗുലർ ബ്രാൻഡായി. ഈ റെയ്ബാൻ്റെ നോർമൽ കണ്ണടയില്ല ഉണ്ടോ? അത് 2 ആയി. അപ്പോൾ മറ്റേ മണ്ണിലുള്ളത് 2 ഉണ്ടാവില്ല. നോർമൽ കോപ്പറേറ്റ് പ്രവർത്തിച്ചു വരുന്നു. സോ ദിസ് ഈസ് എ ഫാമിലി ബേസിക്കലി. ഓക്കെ, അന്താരാഷ്ട്ര ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിലുടനീളം കൈവിരലുകൾ കൊണ്ട് മായാജാലങ്ങൾ ചെയ്യുന്ന നമ്മുടെ വെൽ നോൺ റിനൗഡ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള ശ്രീ സ്റ്റീഫൻ ദേവസി അവർക്കാണ്. അതുപോലെ തന്നെ മറ്റുള്ള വിശിഷ്ട വ്യക്തികൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്പീച്ചിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതിന് മുന്നേ എന്താണ് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എന്താണ് അഹല്യ? ഈ അഹല്യ എന്ന് പറയുന്ന പേര് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. Second most important thing is we try to cater for എല്ലാ തരത്തിലുള്ള ആൾക്കാർ. പാവപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആൾക്കാർക്ക് വരെ അഹല്യ കണ്ണാശുപത്രി വന്ന hands together for this auspicious moment of the day, which is the grand inaugural ceremony of Ahalya Foundation Eye Hospital Ollur. കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടൊന്ന് കൈയടിക്കാം, because this is a new chapter in Ollur. ഡോക്ടർ പറഞ്ഞു അഹല്യ പാലക്കാട് പോകണമെന്ന്. ഞാൻ അഹല്യ പാലക്കാട് പോയിട്ടുള്ള ആളാണ്. അവിടെ ഞാനൊരു 3 മണിക്കൂർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷൻ എത്രയും വളരാൻ പറ്റും, എത്രയും വളർത്താൻ പറ്റുന്നത് നിങ്ങൾ പാലക്കാട് പോയാൽ അറിയാം. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ദാറ്റ് ഐ ഹാവ് വിസിറ്റ് ഫോർ എ മെഡിക്കൽ അഹല്യ പാലക്കാട്. ഞാൻ പാലക്കാടുകാരനായതുകൊണ്ടും പാലക്കാടിനായതുകൊണ്ടും അവിടുത്തെ സ്ഥാപനത്തിനെ പൊക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. സോ I want to congratulate the whole organization. ഞാൻ 11 വർഷം ചെന്നൈയിലും 12 വർഷം ബോംബെയിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. അപ്പം മെഡിക്കലിനെ പറ്റിയിട്ട് കേരളം വിട്ടിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു നല്ല വൃത്തിയുള്ളൊരു ഹോസ്പിറ്റലിൽ പുറമേയൊക്കെ പോകാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നമ്മൾ മലയാളികൾ കുറച്ച് ഭാഗ്യവാന്മാരെ. കാരണം കുറച്ച് നല്ല മെഡിക്കൽ ഹോസ്പിറ്റല് വൃത്തിയുള്ളത് കാണുന്നുണ്ടെച്ചാൽ കേരളത്തിൽ തന്നെ വരണം. നമ്മുടെ ഇല്ല എന്നല്ല പറയണത്, പക്ഷെ കമ്പാരിറ്റീവ്ലി മദ്രാസോ അല്ലെങ്കിൽ തമിഴ്നാടോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ കേരളം വളരെ മുമ്പിലാണ് കേട്ടോ മെഡിക്കലിൽ. സോ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് ഇത് വളർത്തുന്നത്. കീപ് ഡൂയിങ് ദ സെയിം ഞാൻ പറയുള്ളൂ. പിന്നെ എല്ലാ മനുഷ്യന്മാർക്കും ഇപ്പൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും വെച്ച് നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റില്ല. അറ്റ്ലീസ്റ്റ് കോൾ ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെയൊക്കെ കോൾ ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 ഡോക്ടർമാർ നമ്മൾ കൂടെ കൊണ്ട് നടക്കും. കാരണം എന്താ വെച്ചാൽ എന്താ എപ്പോഴാണ് സംഭവിക്കുകയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ.
ആൻഡ് അഹല്യ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഓർഗനൈസേഷൻ. സോ ഐ വോണ്ട് ടു കൺഗ്രാജുലേറ്റ് എവ്രിവൺ. പിന്നെ 23ാമത്തെ സ്ഥാപനം ഇനിയും 100 കൂടെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. The entire family, I want to congratulate and wish you all the very best. I want to say thanks to Sharath. Sharath ഉണ്ടാവുന്ന വിചാരിച്ച് പേടിക്കണ്ട, ശരത്തിന് ഞാൻ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നും കൂടിയും ഈ ഒരു സ്ഥാപനം ഗംഭീരമാവട്ടെ. ഞാൻ പഠിച്ച സ്ഥാപനം ഇവിടെ അടുത്താണ്. ഈ എൻ്റെ ഡിവിഷനിൽ അല്ലെങ്കിൽ ഒല്ലൂർ 31ാം ഡിവിഷനിൽ ഒല്ലൂരിൻ്റെ ഒരു സെൻറ്ററിലായി ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്തതിന് അഹല്യ ഫൗണ്ടേഷന് ഞാൻ ഈ തരുണത്തിൽ വളരെയേറെ നന്ദി ഈ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഒല്ലൂർ ഭാഗത്തു നിന്നുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം ഓരോ പ്രദേശത്തിൻ്റെ വളർച്ച ഓരോ ഘടകങ്ങളിലൂടെയാണ് കൈമാറി വരുന്നത്. 2015-20 കാലഘട്ടത്തിൽ ഞാനിവിടെ കൗൺസിലറായിരുന്നപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കേണ്ടായി, വളരെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഭൂമിയായിരുന്നു ഇത്. അത് ഏകദേശം ഒരു 5-8 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ തന്നെ ഫെമിലറായ ഒരു ഹോസ്പിറ്റൽ വന്നു എന്നുള്ളത് തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു മെഡിക്കൽ ഗ്രൂപ്പ് എങ്ങനെ വികസിക്കണം അല്ലെങ്കിൽ എങ്ങനെ നിലനിന്ന് പോകണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ കൺമുമ്പിൽ നിലനിൽക്കുകയാണ് അഹല്യ ഫൗണ്ടേഷൻ. എല്ലാവർക്കും അറിയുന്ന പോലെ 1984 മുതൽ ഡോക്ടർ VS ഗോപാൽ സാറിൻ്റെ നേതൃത്വത്തിൽ അബുദാബിയിലും അതേപോലെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ശക്തമായ വേരുകളുള്ള ഒരു ലെഗസിയുള്ള ഒരു ഹെൽത്ത് കെയർ ഗ്രൂപ്പായി അഹല്യയ്ക്ക് ഈ കാലം കൊണ്ട് വളരാൻ സാധിച്ചു. അതിൻ്റെ ഒരു പ്രതീകമെന്നോണം ഈ 23ാമത്തെ ഐ ഹോസ്പിറ്റലിൻ്റെ ഒരു ശാഖ തൃശ്ശൂർ ഒല്ലൂരിൽ ആരംഭിക്കുകയാണ്. തൃശ്ശൂർ അഹല്യയുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിലും കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പുതിയ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ മാറി പ്രവർത്തനം ആരംഭിക്കുന്നു. അതോടുകൂടെ തന്നെ ഒരു സന്തോഷ വാർത്ത കൂടി പറയുകയാണ്. തൃശ്ശൂർ പേരാമംഗലം ഭാഗത്തായിട്ട് അഹല്യയുടെ ഒരു പുതിയ ഹോസ്പിറ്റൽ, വിമൻ ആൻഡ് ചൈൽഡ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേകമായിട്ടുള്ളൊരു ആശുപത്രി, അത് നമ്മുടെ ചെയർമാനായ ഗോപാൽ സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പാലക്കാടും അതുപോലെ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്, അബുദാബിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതേ മാതൃകയിൽ തന്നെ ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ മേഖലയിലുള്ള സേവനങ്ങൾ നൽകുന്നതിനായിട്ട് പേരാമംഗലത്ത് അഹല്യ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു സൂപ്പർവൈസ്ഡ് കാര്യത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. അഹല്യ വുമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിന്റെ പ്രിവിലേജ് കാർഡ് റിവീലിംഗ് സെറമണിക്കാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. ലെറ്റ്സ് പ്രൂവ് ഹാൻഡ്സ് ടുഗദർ വൺസ് അഗൈൻ. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള കൈ. സ്റ്റീഫൻ ഡേവസി ആശംസകൾ അർപ്പിച്ച ശ്രീമതി കരോളിൻ ജോഷുവ, ഡോക്ടർ പവൻ മധുസൂദൻ. നല്ലവരായ നാട്ടുകാർ, എന്നിൽ നിക്ഷിപ്തമായ ജോലി നന്ദി അർപ്പിക്കലാണ്. ആദ്യമായി ഈ അഹല്യ ഫൗണ്ടേഷൻ 23ാമത്തെ ഹോസ്പിറ്റൽ ഇന്നത്തെ ഒരു ദിവസം അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ ആണ് നമ്മൾ എല്ലാവരും. ഗ്ലോക്കോമ, കോർണിയ, റെറ്റിന, പീഡിയാട്രിക് ഓഫ്തമോളജി, ഒരു വിഷമവും വിചാരിക്കാതെ ഓടി വരാം. ബിക്കോസ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്
കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സാഹിത്യ അക്കാദമി ഹാളിൽ ഫെബ്രുവരി 14-ന് ദേശീയ സെമിനാർ നടത്തും. കേരള ഫെഡറേഷൻ ഓഫ് പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 14 ശനിയാഴ്ച രാവിലെ സാഹിത്യ അക്കാദമിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. കേണൽ തേജേന്ദ്രപാൽ ത്യാഗി വീർ ചക്ര അധ്യക്ഷത വഹിക്കും. സ്വച്ഛ ഭാരത് റോൾ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ഇൻ ലോക്കൽ ഗവേണൻസ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് സെമിനാർ. കേരള കരാട്ടെ അസോസിയേഷന്റെ സംസ്ഥാന സബ് ജൂനിയർ സീനിയർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഫെബ്രുവരി 15-16 തീയതികളിൽ നടക്കും. കേരള കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് 46ാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ സീനിയർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നടക്കുക. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സബ് ജൂനിയർ വിഭാഗത്തിൽ 36 ഇനങ്ങളിലും സീനിയർ വിഭാഗത്തിൽ 17 ഇനങ്ങളിലും മത്സരങ്ങളുണ്ട്. 14 ജില്ലകളിൽ നടത്തിയ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവരെ ഉൾപ്പെടുത്തിയാണ് മത്സരങ്ങൾ. 1000-ലധികം പേർ മത്സരിക്കുന്നുണ്ട്. മത്സരങ്ങൾ നിയന്ത്രിക്കാൻ 3 ഘട്ടങ്ങളിലായി പരിശീലനങ്ങൾ നൽകിയിട്ടുള്ള തെരഞ്ഞെടുത്ത 125 റഫറിമാരെയും ഒഫീഷ്യൽസിനെയും നിയോഗിക്കുന്നുണ്ട്. വിജയികളായവർക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകും. 15-ാം തീയതി രാവിലെ ഉദ്ഘാടന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കും. കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസായ് എസ് രഘുകുമാർ അധ്യക്ഷത വഹിക്കും. കേരള കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖര പണിക്കർ സ്വാഗതം ആശംസിക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സുമേഷ്, വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിക്കും. മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കി 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരാകുന്ന ജില്ലകൾക്ക് സമാപന സമ്മേളനത്തിൽ ട്രോഫികൾ സമ്മാനിക്കുന്നുണ്ട്. മാടക്കത്ര പഞ്ചായത്തിന്റെ കുഞ്ഞുത്സവം എന്ന കുട്ടികളുടെ ഉത്സവം പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, AM അശോകൻ, ICDS സൂപ്പർവൈസർ നീതു ത്യാഗരാജൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനവും മണ്ണുത്തി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി. ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. TN വിജയദേവി അധ്യക്ഷത വഹിച്ചു. VV പരമേശ്വരൻ, A അറുമുഖൻ, V ദാക്ഷായണി എന്നിവർ സംസാരിച്ചു. VM ശശിധരൻ, AJ ആന്റോ, സൈനുദ്ദീൻ, M രാജു എന്നിവർ നേതൃത്വം നൽകി. ഏറ്റവും ദ്രോഹകരമായ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ തൊഴിലാളികളോടും സമൂഹത്തിനോടും ചെയ്യുന്ന ദ്രോഹ നടപടികൾ പിൻവലിക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ നടക്കുന്ന ഈ ദേശീയ പണിമുടക്കിന് ആധാരമായിട്ടുള്ളത്. കേരളത്തിലെ തന്നെ പെൻഷനേഴ്സ് യൂണിയൻ ഇന്ന് സംസ്ഥാനമൊട്ടുക്കും തന്നെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഇന്ന് ഇതിന് സൂചകമായിക്കൊണ്ട് തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും പാർട്ടിയ നിയമം പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി നിയമം പുനഃസ്ഥാപിക്കുക, മുഖ്യമായ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇന്ന് മറ്റ് 7 യൂണിറ്റുകളിൽ നിന്നും നമ്മുടെ 3 ഭരണതലങ്ങളിലായിട്ട് നമ്മുടെ മോഡി സർക്കാർ നടത്തിവരുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ, സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ, ഇതൊക്കെയായിട്ട് 3ാം ഭരണവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണത്തിൻ്റെ ഒടുവിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആ പാർലമെൻറ്റിൽ കൂടി അവർ വളരെ സൂത്രത്തിൽ പാർലമെൻറ്റ് അംഗങ്ങളെ പൂർണ്ണമായും സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിക്കൊണ്ടൊക്കെയാണ് ഈ ലേബർ കോഡുകളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വരുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളും കർഷക സംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പിന്നെ ജീവനക്കാർ, അധ്യാപകർ, അതുപോലെ പെൻഷൻ സമൂഹം ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ,
കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ MA ചാക്കോ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2025 SSLC പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയുള്ളവർക്ക് സ്വർണ്ണ മെഡൽ, ക്യാഷ് അവാർഡ് എന്നിവയും സ്കോളർഷിപ്പും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ച 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും ശനിയാഴ്ച രാവിലെ MA ചാക്കോ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വിതരണം ചെയ്യും. റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷേമനിധി അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സേവന ദൈർഘ്യമുള്ള ചെത്ത് തൊഴിലാളിക്കും കൂടുതൽ കള്ളളക്കുന്ന തെങ്ങ്, പന ചെത്ത് തൊഴിലാളികൾക്കും 5000 രൂപ വീതം പാരിതോഷികമായി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വിനു VM, സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ, CK വിജയൻ, ജോയ്, ബിന്ദു KK എന്നിവർ പങ്കെടുത്തു. വിലങ്ങന്നൂരിൽ ചേർന്ന തൃശൂർ താലൂക്ക് സ്റ്റേ പട്ടയ അദാലത്ത് ജോൺസന്റെ ജീവിതത്തിലേക്ക് ആശ്വാസമെത്തിച്ചു. ഒല്ലൂക്കര ബ്ലോക്കിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ കുടിലിൽ വീട്ടിലെ ജോൺസന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. തലമുറകളായി കൈമാറി വന്ന സ്വന്തം ഭൂമി, അത് സ്വന്തമെന്ന് പറയാനോ നിയമപരമായി ഇടപാട് നടത്താനോ കഴിയാത്ത അവസ്ഥ. 1996 പട്ടയം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് വന്ന സ്റ്റേ ഉത്തരവ് ജോൺസന്റെ ജീവിതം നിശ്ചലമാക്കി. മാറി മാറി വന്ന സർക്കാരുകളും ഉദ്യോഗസ്ഥരും ശ്രമിച്ചെങ്കിലും പ്രശ്നപരിഹാരം കാണാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിൽ ഇന്ന് അതിനവസാനമായി. റവന്യൂ മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ വിലങ്ങന്നൂരിൽ ചേർന്ന തൃശൂർ താലൂക്ക് സ്റ്റേ പട്ടയ അദാലത്ത് ജോൺസന്റെ ജീവിതത്തിലേക്ക് ആശ്വാസമെത്തിച്ചു. സ്റ്റേ പട്ടയം സാധൂകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് മന്ത്രി K. രാജനിൽ നിന്ന് ജോൺസൺ ഏറ്റുവാങ്ങി. ഇതോടെ സ്റ്റേ ഒഴിവാക്കി. ഭൂമി പട്ടയമുള്ളതും സ്വന്തം ഉടമസ്ഥയിലുള്ളതുമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. നിയമപരമായ ക്രയവിക്രയങ്ങൾ നടത്താനും നികുതി അടയ്ക്കാനും ജോൺസൺ ഇനി കഴിയും. അദാലത്തിനു ശേഷം തന്റെ സന്തോഷവും നന്ദിയും അറിയിക്കാൻ മന്ത്രി K. രാജനെയും ജില്ലാ കളക്ടറെയും നേരിൽ കണ്ട് നന്ദി പറയാനും ജോൺസൺ മറന്നില്ല. ചുവന്നമണ്ണ് സ്കൂളിൽ പുതിയ പാചകപ്പുര ഒരുങ്ങുന്നു. ചുവന്നമണ്ണ് ALPS എയ്ഡഡ് സ്കൂളിൽ പുതിയ പാചകപ്പുരയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. മന്ത്രിയും ഒല്ലൂർ MLAയുമായ അഡ്വക്കേറ്റ് K. രാജന്റെ 2025-26 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എല്ലാവിധ സൗകര്യങ്ങളോടെയും പുതിയ പാചകപ്പുര നിർമ്മിക്കുന്നത്. ബാൻഡ് വാദ്യത്തോടെ മന്ത്രിയെ സ്വീകരിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് KM റീന, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ബ്ലോക്ക് മെമ്പർ KA അബൂബക്കർ, വാർഡ് മെമ്പർ KS അനൂപ്, MJ ഷാജി, KV ചന്ദ്രൻ, വിദ്യാർത്ഥി പ്രതിനിധി സെറ, സ്റ്റാഫ് സെക്രട്ടറി CP മിനികുമാരി എന്നിവർ പ്രസംഗിച്ചു. ഉയർന്ന താപനില, പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ജില്ലയിൽ ചൂട് കൂടി വരുന്നു. സൂര്യാഘാതവും സൂര്യാതപവും മൂലമുള്ള പൊള്ളലുകൾ വരാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി അറിയിച്ചു. താപനില ഉയരുന്നത് മൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം പ്രധാനമാണ്. നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കുക. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുട, തൊപ്പി, ടവൽ എന്നിവ ഉപയോഗിക്കുക. പുറത്തു പോകുമ്പോൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് നിർബന്ധമായും ധരിക്കുക. പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെയോ പ്രായമായവരെയോ ഇരുത്തിപ്പോകുന്നത് ഒഴിവാക്കുക. കഴിവതും ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇടയ്ക്ക് കൈയും കാലും മുഖവും ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. ചെറിയ കുട്ടികൾ, പ്രായാധിക്യം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഗർഭിണികൾ, അസുഖബാധ കാരണം ക്ഷീണം അനുഭവിക്കുന്നവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തു പോകുമ്പോൾ എപ്പോഴും കയ്യിൽ വെള്ളം കരുതുക. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ ശുദ്ധജലം കുടിക്കുക. ശാരീരിക അധ്വാനമനുസരിച്ചും വിയർപ്പനുസരിച്ചും കൂടുതൽ വെള്ളം കുടിക്കുക. സംഭാരം, ഇളനീര്, നാരങ്ങ വെള്ളം ഇതെല്ലാം ധാരാളം കഴിക്കാം. വൃത്തിയും ശുചിത്വവുമുള്ള സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുന്ന പാനീയങ്ങൾ ഉപയോഗിക്കുക. ജ്യൂസിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ടുണ്ടാക്കണം. മദ്യം, ചായ, കാപ്പി, കാർബണേറ്റഡ് സിന്തറ്റിക് കോളകൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുക. ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകി ഉപയോഗിക്കുക.
വീട്ടിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കാത്ത രീതിയിൽ ജനലുകളും കർട്ടനുകളും തയ്യാറാക്കുക. രാത്രിയിൽ കൊതുക്, മറ്റു ജീവികൾ എന്നിവ കയറാത്ത രീതിയിൽ ജനലും കർട്ടനും തുറന്ന് തണുത്ത വായു അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കുക. പകൽ സമയത്ത് കഴിവതും താഴത്തെ നിലകളിൽ സമയം ചിലവഴിക്കുക. വളരെ ഉയർന്ന ശരീരതാപം, വറ്റിവരണ്ട ചുവന്ന ചൂടായ ശരീരം, ശക്തമായ തലവേദന, തലകറക്കം, മന്ദഗതിയിലുള്ള നാഡീമിടിപ്പ്, മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങൾ, അബോധാവസ്ഥ, തൊലി ചുവന്ന് തടിക്കൽ, വേദന, പൊള്ളൽ, തൊലിപ്പുറത്ത് കുരുക്കൾ ഉണ്ടാവുക, പേശി വലിവ്, ഓക്കാനം, ഛർദി, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് മഞ്ഞ നിറമാവുക, ഇതെല്ലാം സൂര്യാഘാതമോ സൂര്യാതപമോ ഏറ്റതിന്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അടിയന്തര വൈദ്യസഹായം തേടേണ്ടതാണ്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 19 ഡപ്പി ഹെറോയിൻ സഹിതം വെസ്റ്റ് ബംഗാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. തൃശൂർ കുർക്കഞ്ചേരി സോമിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ചില്ലറ വിൽപ്പനയ്ക്കായി നിൽക്കുന്നതിനിടയിലാണ് മൂർഷിദാബാദ് സ്വദേശി ബാബു സേഖ് എന്നയാളെ തൃശൂർ എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് കേസെടുത്തത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഇൻഫർമേഷൻ പ്രകാരമായിരുന്നു കേസ്. IB ഇൻസ്പെക്ടർ AB പ്രസാദ്, സ്ക്വാഡ് ഇൻസ്പെക്ടർ N സുദർശനകുമാർ, IB ഉദ്യോഗസ്ഥരായ VM ജബ്ബാർ, KN സുരേഷ്, സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരായ AB സുനിൽ, KK വത്സൻ, MO ജെറിൻ, ഗിരീഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ലഹരി വ്യാപനത്തിന്റെ ഹോട്ട്സ്പോട്ടുകളിൽ സംയുക്ത പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഫെബ്രുവരി 11 അർദ്ധരാത്രി ആരംഭിക്കും. വാണിയമ്പാറ ഗ്രാമീണ വായനശാലയുടെ നവീകരിച്ച കെട്ടിടം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭൂമി വിതരണ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി K രാജൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റ് കോർപ്പറേഷൻ മേയർക്കും പരിസരത്തിലെ ജനപ്രതിനിധികൾക്കും നൽകിയ സ്വീകരണ ചടങ്ങുകൾ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കാട്ടാന കൃഷി നശിപ്പിച്ച മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലെ സ്ഥലം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.